നമസ്കാരം. നയന ക്രിയേഷൻസിൽ നിന്ന് ഉണ്ടാക്കാൻ പോണത് കണ്ടൻസ്ഡ് മിൽക്കാണ്. അപ്പോൾ ഇതെല്ലാവർക്കും അറിയണതായിരിക്കും, എന്നാലും ഞാനിത് ഉണ്ടാക്കിയപ്പോൾ ഒന്ന് ഇട്ടുന്നേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും ഒന്ന് കണ്ടു നോക്കിക്കോളൂ. ഇപ്പോൾ പാല് കുറുക്കിയെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഒരു കട്ടിയുള്ള പാത്രം എടുത്തിട്ട് അതിൽ 1/2 ലിറ്റർ പാല് ചേർക്കുന്നുണ്ട്. അപ്പോൾ ഗ്ലാസ് കൊണ്ട് ഒഴിക്കുമ്പോൾ ഇത് 2 ഗ്ലാസ് പാലാണുള്ളത്. അതേ ഗ്ലാസ്സിൽ തന്നെ 1 ഗ്ലാസ് പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിന് ശേഷം ഇത് അടുപ്പത്ത് വെച്ചിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. അപ്പോൾ ഈ പാൽ ആദ്യം ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ടാണ് തിളപ്പിച്ചെടുക്കുന്നത്. അപ്പോൾ ഇത് നന്നായിട്ട് ഇളക്കി കൊടുക്കണം. ഇനിയിപ്പോൾ പാൽ പെട്ടെന്ന് തിളച്ച് പോകാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ഈ കയ്യിൽ അതിൽ ഇട്ട് വെച്ചാൽ മതി. ഇനി ഇത് നോക്കിക്കോളൂ, പാൽ തിളച്ച് തുടങ്ങി. പാലിപ്പോൾ പഞ്ചസാരയൊക്കെ നന്നായിട്ട് അലിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ നോക്കിക്കോളൂ, ഞാൻ 1 മിനിറ്റ് അല്ല 2 മിനിറ്റ് സമയം ഇതേപോലെ ഇളക്കാതെ ഫ്ലെയിമൊന്നും കുറച്ച് വെച്ചിട്ടില്ല. ഹൈ ഫ്ലെയിമിൽ തന്നെയാണ് ഇരിക്കുന്നത്. ആ കയ്യിൽ അതിലിട്ട കാരണം കൊണ്ട് ഇത് തിളച്ച് പൊങ്ങണില്ല, ഉണ്ടോ? അപ്പോൾ എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ. അടുത്തുള്ള ബെല്ലൈക്കണും ഓൾ എന്നുള്ള ഓപ്ഷനും കൂടി ഒന്ന് പ്രസ് ചെയ്തോളൂ കേട്ടോ, മറക്കാണ്ടേ. ഇപ്പോൾ കണ്ടോ, ഇത് തിളച്ച് പൊങ്ങി വരുന്നുണ്ട് എന്നേ ഉള്ളൂ, തിളച്ച് പുറത്തേക്ക് പോകണില്ല. ഇപ്പോൾ ഞാനിത് ഒരു 2 മിനിറ്റ് സമയമായി ഇതിങ്ങനെ വെച്ചിട്ട്. ഇതുവരെ ഒരു തുള്ളി പാൽ പോലും പോയിട്ടില്ല. ഇനി ഈ കയ്യിൽ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ഉടനെ അത് പൊങ്ങി ഇങ്ങനെ പുറത്തേക്ക് പോകാൻ പോലെയാവും. ഉറപ്പാണ്, പാല് തിളച്ച് പോവില്ല. ഇപ്പോൾ ഇത് പാലൊരു 2-3 മിനിറ്റായിട്ട് ഇങ്ങനെ തിളച്ചുകൊണ്ടിരിക്കുകയാണ്. കയ്യിൽ അതിലിട്ട കാരണം തന്നെ പോകാണ്ടിരുന്നു. ഇപ്പോൾ കണ്ടോ, കയ്യിലെടുത്ത് മാറ്റിയപ്പോൾ പാല് നന്നായിട്ട് പൊങ്ങി വന്നു. അതിപ്പോൾ പൂന്നുള്ള സമയമായപ്പോൾ ഞാൻ വേഗം തന്നെ കയ്യിൽ അതിലേക്ക് ഇട്ടു. ഇനി ഇത് നോക്കൂ, ഇത് പൊക്കി കഴിയുമ്പോൾ പാല് പിന്നെയും പതഞ്ഞ് പൊങ്ങി വരും. ഉടനെ നമ്മൾ കയ്യിൽ അതിലിട്ട് കഴിഞ്ഞാൽ അപ്പോൾ തന്നെ ഒന്ന് താഴും. ഇങ്ങനെ ഞാനൊരു 2-3 പ്രാവശ്യം ചെയ്തു നോക്കി. അപ്പോഴൊക്കെ ഇങ്ങനെയാണ് ഉണ്ടായത്. കയ്യിൽ മാറ്റിക്കഴിഞ്ഞാൽ പാല് നന്നായിട്ട് തിളച്ച് പൊങ്ങി വരും. കയ്യിൽ വെച്ച് കഴിഞ്ഞാൽ ഉടനെ ഇത്തിരി ഒന്ന് താഴും. ഇപ്പോൾ മനസ്സിലായില്ലേ, കയ്യിൽ വെച്ച് കഴിഞ്ഞാൽ, കയ്യിലോ എന്തെങ്കിലും ഒരു സ്പൂൺ ഇട്ട് കഴിഞ്ഞാൽ പാല് തിളച്ച് പോവില്ല എന്ന്. ഇപ്പോൾ ഈ പാൽ ഇങ്ങനെ ഇതേപോലെ ഒന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കണം. അപ്പോൾ തീ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ടുണ്ട്. ഇടയ്ക്ക് അത് ചൂടധികമായി എന്ന് തോന്നുമ്പോൾ വീണ്ടും മീഡിയം ഫ്ലെയിമിലേക്ക് ആക്കും. അത് കഴിഞ്ഞ് ചൂട് കുറഞ്ഞ് കഴിയുമ്പോൾ വീണ്ടും അത് ഹൈ ഫ്ലെയിമിലേക്ക് ആക്കും. ഇതേപോലെ ഇങ്ങനെ കൂട്ടിയും കുറച്ചും വെച്ച് ചൂട് അഡ്ജസ്റ്റ് ചെയ്തിട്ട് ഒരു 20 മിനിറ്റ് ആയിട്ടുണ്ട് ഇതിങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഇതാ ഒരുവിധം കുറുകി വന്നിട്ടുണ്ട്. പാലും പഞ്ചസാരയും കുറുകി തുടങ്ങിയപ്പോൾ ലോ ഫ്ലെയിമിലേക്ക് ആക്കിയതിന് ശേഷം ഒരു 2-3 മിനിറ്റ് നേരം കൂടി ഇളക്കി കൊടുക്കാം. ഇപ്പോൾ ഇതാ കണ്ടോ, നമ്മളിങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് പാത്രത്തിൻ്റെ അടിഭാഗം കാണാനുണ്ട്, കണ്ടോ? ഈ സമയത്ത് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനിയിപ്പോൾ നമ്മൾ ഇതിൻ്റെ പാകം കൂടി ഇത് കട്ടിയായി എന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ ഒരിത്തിരി പാല്, തിളപ്പിച്ച പാല് അതിൽ ഒഴിച്ചു കൊടുത്താൽ മതി. അല്ല, ഇനിയിപ്പോൾ ലൂസാവുകയാണെന്നുണ്ടെങ്കിൽ കുറച്ച് സമയം കൂടി ഒന്ന് ഇളക്കി കൊടുത്താൽ മതി. ഇപ്പോൾ നല്ല കണ്ടൻസ് മിൽക്ക് റെഡി ആയിട്ടുണ്ട്. പാകത്തിന് കുറുകി വന്നിട്ടുണ്ട്. ഇതിപ്പോൾ ഉണ്ടാക്കാൻ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല എന്നുള്ളത് മനസ്സിലായില്ലേ? ഇനിയിപ്പോൾ നമുക്ക് വീട്ടിൽ കണ്ടൻസ് മിൽക്ക് വാങ്ങിച്ചത് ഇരിക്കണില്ല, പെട്ടെന്ന് എന്തെങ്കിലും ഒരു ആവശ്യം വന്നു വേണമെന്ന് തോന്നുകയാണെങ്കിൽ നമുക്ക് വീട്ടിൽ തന്നെ 2 ഗ്ലാസ് പാലും 1 ഗ്ലാസ് പഞ്ചസാരയും വെച്ചിട്ട് ഇതുപോലെ കുറുക്കിയെടുത്താൽ മതി. ഇതിപ്പോൾ ഇളക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഇതുപോലെ കട്ടി പിടിച്ചിട്ട് ഒക്കെ വരികയാണെന്നുണ്ടെങ്കിൽ അത് ഇതിൻ്റെ കൂടെ ഇളക്കി ചേർക്കണ്ട കേട്ടോ. ഇപ്പോൾ ഈ കണ്ടൻസ് മിൽക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു 25 മിനിറ്റ് സമയമാണ് എടുത്തത്. അപ്പോൾ അത് എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കിക്കോളൂ. ഇപ്പോൾ ഈ കൂട്ട് തണുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഒരു പാത്രത്തിലേക്ക് മാറ്റാം. ഇപ്പോൾ 1 ഗ്ലാസ് പഞ്ചസാരയും 2 ഗ്ലാസ് പാലും കൂടി ഉണ്ടാക്കി കഴിഞ്ഞപ്പോൾ അത് കുറുകി വന്നപ്പോൾ 1.25 ഗ്ലാസ്സാണ് ഉണ്ടായത് കണ്ടൻസ്ഡ് മിൽക്ക്. അപ്പോൾ എൻ്റെ ഈ റെസിപ്പി ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കണ്ട കേട്ടോ. ഇനി അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.